അങ്ങനെ 3 ആഴ്ചകൾക്ക് ശേഷം ഫൈനലി ഞാൻ ഈ വേൾഡിലോട്ട് വന്നിരിക്കുന്നു. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഓഫ് മിസ്റ്റർ ആർജിൻ ഗെയിമിംഗ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നേക്കുന്ന വേറൊന്നുമായിട്ടില്ല, നമ്മുടെ 3 ആഴ്ച മുമ്പ് ഇട്ട നമ്മുടെ സർവൈവൽ സീരീസിൻ്റെ ഇതാണ്. നമ്മൾ ഇത് ഇങ്ങനെ കളിക്കാൻ വേണ്ടി വന്നു. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ടി വിയിൽ വീഡിയോ കണ്ടപ്പോഴാണ് അറിയുന്നത് ഇതിൻ്റെ വീഡിയോ ഇടണമല്ലോ ഇടണമെന്ന്. അങ്ങനെ ഗൈസ്, നമ്മൾ ബാക്ക് അടിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് പൈൻ ടൂൾസൊക്കെ ആയി പൊളിച്ച് നമുക്ക് മൈനിങ് തുടങ്ങാം. ഐശ്വര്യമായിട്ട് ഒരു സ്ട്രേറ്റ് മൈനിങ് നടക്കാം. അത് തന്നെ ഇച്ചിരി ആവശ്യങ്ങളുണ്ടേ. ഇതും സ്ട്രക്ചർ അല്ലേ ഗൈസ്? ആ, മറ്റേ സ്ട്രക്ചർ ഇവിടെ നിന്ന് ഒറ്റ സംഭവമൊക്കെ കിട്ടും. മനസ്സിലായി. ഇവിടെ മൈൻ ചെയ്യണമല്ലോ. ഇവിടെ മൈൻ ചെയ്ത് കഴിഞ്ഞാൽ 1.21.4 അപ്ഡേറ്റ് ആണ് ഗൈസ്. സംഭവം അറിയില്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ മണ്ണിൻ്റെ അടിയിൽ. എന്തടി ഇത്? വേറൊരു സാധനം, അതിൻ്റെ അടിയിൽ വേറെ സാധനം. ഇതെന്താടാ? കുറേ ഉണ്ടല്ലോ. ഇത് ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെ. 1.21.4 ഈ ബോക്സിൻ്റെ പേരെന്തുവാ? മഡ് ബ്രിക്ക്. ഇവിടെ വേറെ എന്തെങ്കിലും ജസ്റ്റ് എല്ലാം കാണണമല്ലോ. ബ്രോ, വേർ ഈസ് മൈ ലൂട്ട്? ഐ നീഡ് മൈ ലൂട്ട്. വേർ ഈസ് മൈ ലൂട്ട്? എവിടെ നിന്നാണ് ഡൈമണ്ട്സ് കിട്ടാൻ വിചാരിക്കുന്നു? ഇത് കുറേ ഉണ്ടല്ലോടാവേ. പക്ഷേ ലൂട്ടൊന്നും കിട്ടിയില്ല. ഇവിടെ നമുക്ക് പിന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. എന്നാൽ ഇവിടെ നിന്ന് കൂട്ടാവണം. ചോദിച്ചിട്ട് ഡോട്ട് എടുത്തിട്ട് നമുക്ക് സ്പോട്ട് മാറ്റാം മക്കളെ. ഈ വീഡിയോ എക്സ്പ്ലോർ ചെയ്തായിരുന്നു. ഇത് 2 ഡോറുള്ളവൻ. നമുക്കപ്പോൾ കുറച്ചും കൂടെ മേറി ഇന്ന് മൈൻഡ് ചെയ്യാം. ഇവിടെ നിന്ന് തുടങ്ങാം ഗൈസ്. ഐശ്വര്യമുള്ളൊരു സ്ഥലമാണ് ഗൈസ്. അല്ല വേണ്ട, നമുക്കിവിടെ നിന്ന് നമ്മുടെ സ്ട്രിപ്പ് മൈനിങ് തുടങ്ങാം. എന്നെ കുത്തുകടിയാ. തുടങ്ങിക്കോ. ഇതുപോലത്തെ ഒരു സ്ട്രിപ്പ് മൈൻ നമ്മുടെ ZRMG കിടക്കാണ്. എൻ്റെ പൊന്നോ, അതിൻ്റെ ഒത്ത് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. കയറിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ തിരിച്ചു പോകും. എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കുപോലും അറിയില്ല. ഹൈ ലെവൽ 58 എത്തിയപ്പോഴത്തേന് എൻ്റെ പൊന്നെ തൃപ്തിയായി. ഞാൻ മൈൻഡ് ചെയ്ത് പോവാം. എനിക്ക് കുറച്ച് അത്യാവശ്യ കാര്യത്തിന് ബ്ലോക്സ് വേണം. വേറെ കുറേ വീട് പണിയാനുണ്ട്. വീട് പണിയുന്നതിന് ഇവിടെ അടുത്തൊരു കേവ് ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. സൗണ്ടൊക്കെ കേൾക്കുന്നു. കോൾ ഫോർ XP അല്ലെങ്കിൽ സ്മെൽറ്റ് ചെയ്യാൻ എടുക്കാം. എന്തൊരു കോളാടി ഇവിടെ. അടുത്തുനിന്ന് കുറച്ച് സോംബിയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. വിത്ത് സ്കെലട്ടൻസ്. ഐ ഡോണ്ട് നോ വൈ. ഒരു കേവിലോട്ടുള്ള എൻട്രൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് കാരണം ഇവിടെ ഡേഞ്ചറസ് ആണ്. ഇപ്പം എന്നാ ചെയ്യാനാണ്? ഇന്നിപ്പോൾ എന്നാ ചെയ്യും? ബോറടിക്കണം. ഇന്നൊരു കണ്ടൻറ്റിന് വേണ്ടി തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ വേൾഡ് കിട്ടിയത്. ഈ വേൾഡ് കിട്ടിയപ്പോൾ ഇതിൽ എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ലാത്ത അവസ്ഥയാണല്ലോ. വാട്ട് ടു ഡു? നമ്മുടെ ഇത് പിക്കാക്സ് പൊട്ടിക്കഴിഞ്ഞാൽ മുഞ്ചും. പിക്കാക്സ് പൊട്ടാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇവിടെ ഈ ചെസ്റ്റിൻ്റെ കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. അത് ഞാൻ ഇവിടെ കയറിയായിരുന്നു. ഇത് മറ്റേ കർട്ടോഗ്രഫിക്കാരൻ്റെ അല്ലേ? ഇതാ കർട്ടോഗ്രഫിക്കാരൻ്റെ. ഇത് ഞാൻ ലൂട്ട് എടുക്കാമായിരുന്നു.
ഇച്ചിരി പേപ്പർ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ഒരു വീടുണ്ടാക്കണം. അതെന്ന് പറയുന്നത് തന്നെ എൻ്റെ വീടുണ്ടാക്കൽ ചടങ്ങുകൂടെ. എന്നാൽ പിന്നെ നമുക്കിന്ന് നമ്മുടെ വീടുണ്ടാക്കൽ ചടങ്ങിലേക്ക് കിടക്കാം. ഞാൻ നമ്മുടെ ഗോലണ്ണനെ കൊന്നായിരുന്നു. അത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും. കുറച്ച് ദിവസം മൈക്കില്ലാതെ കളിക്കേണ്ടി വന്നു. ഒരു ഉഷാറില്ലായിരുന്നു. ഈ വില്ലേജർ ഇത് എങ്ങോട്ടേക്ക് പോകണേ? ഇവന് ഡാമേജ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ബെറീസ് എടുക്കാം. ഉഷേ നശിച്ചിരിക്കുക. ഇച്ചിരി ബെറീസ് നമുക്ക് ഫുഡാക്കാം. അപ്പോൾ നമുക്കൊരു വീട് പണിയണം. വീട് പണിയുന്നതിന് കുറച്ച് വുഡ് വരും. വുഡ് എന്തായാലും ചിലപ്പോൾ. അതുകൊണ്ട് നമുക്ക് ഈ ഡാർക്ക് ഓക്ക് ഫോറസ്റ്റ് ഫുൾ അങ്ങോട്ട് ഗ്രൈൻഡ് ചെയ്യാം. കിട്ടുന്ന അത്രയും ഓരോ വുഡിൽ നിന്ന് എടുക്കുക. അതേ എനിക്ക് പറയാനുള്ളൂ. അതിപ്പോൾ ആക്സ് പൊട്ടിയിട്ടാണെങ്കിലും ശരി. നമ്മുടെ കയ്യിൽ 2 ഹെൽമെറ്റ് ഇല്ലേ? ഒരു ഹെൽമെറ്റ് സ്മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അയണിങ് കട്ട് കിട്ടുമോ? ഓരോ ട്രീ കിട്ടുവാണെങ്കിൽ പൊളിച്ചേനെ. അത് 2 ഹെൽമെറ്റ് എന്തിനാ? കിട്ടുന്നത്ര വുഡ് വാരി എടുത്തോ. എനിക്കൊരു സിമ്പിൾ പീസ് നമ്മുടെ ZRMC കൂട്ട് വേണം സ്റ്റാർട്ടർ പീസായിട്ട്. പിന്നെ വലിയ വലിയ പീസൊക്കെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ വല്ല ബേസിന് പണി നോക്കിയിട്ട് വരണം. അതിനിപ്പോൾ ചടങ്ങില്ല, സമയമില്ല. എപ്പോഴൊക്കെയോ സമയം കിട്ടിയപ്പോഴാണ് ഈ സാധനം തന്നെ എടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ട്യൂട്ടോറിയലും കൂടെ പോയി നോക്കിയിട്ട് വരാമെന്ന് വെച്ചാൽ വലിയ ചടങ്ങാണേ. നമ്മൾ ട്രീസിനെ അങ്ങനെ വിടണോ അതോ മുകളിലോട്ട് കയറണോ? ഇച്ചിരി ബ്ലോക്സ് ചിലവാകുന്നല്ലേ ഉള്ളൂ. ഇപ്പം എന്നാ കുട്ടിയെ, ഇത് ഡേർട്ട്, ഇത് കോഴ്സ് ഡേർട്ട്. അങ്ങനെയുണ്ടല്ലേ. എന്തായാലും നന്നല്ലേ. വന്ന സ്ഥിതിക്ക് ഒരു ട്രീനെ ഫുള്ള് മൈൻഡ് ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ. എത്തി ഇത്ര ഉള്ളോ? എന്നാൽ പിന്നെ ഇവിടുന്ന് ഓരോ മരം വെച്ച് ഇങ്ങനെ മൈൻഡ് ചെയ്യണം. ഒരു മരത്തിനെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് വിടരുത്. പാവങ്ങളല്ലേ. അപ്പോൾ മരത്തിന് വരാൻ ശരിയാണല്ലോ. അത് തെറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ മരത്തിന് വരാൻ എന്നാ ആയിരിക്കും ഇവിടെ? കോബിൾ മരം. നമുക്ക് ബെഡ് ഉണ്ടാക്കണം. അത് വില്ലേജറിൻ്റെ കയ്യിൽ നിന്ന് സ്റ്റോൾ ചെയ്താൽ മതി. ഓക്കെ, രാത്രി പറയും ഏതെങ്കിലും ഒരുത്തൻ്റെ വീട്ടിൽ കയറി കിടന്ന് ഉറങ്ങാം. അതാണ് നമ്മുടെ ഒരു ഇത്. ഹായ് മിസ്റ്റർ ഷീപ്പ്. 2 ഷോട്ട് കിൽഡ്. മാറു യുനിക. യുനീക മാറവിടെ നിന്ന് കടന്നുറങ്ങട്ടെ. അതിന് സന്തോഷമായോ അത് ദുഃഖമായോ? കഴിഞ്ഞ ദിവസം നമ്മൾ ജാവ എഡിഷൻ വീഡിയോ ഒക്കെ കണ്ടില്ലായിരുന്നു? എടാവേ, നീ ഉറങ്ങിയാലും ഞാൻ ഉറങ്ങിയാലും രാവിലെ ഞാൻ ആക്കി തന്നാലും നീ ആക്കത്തില്ലല്ലോ. അപ്പം ഞാനല്ലേ ആക്കത്തുള്ളൂ. ചുപ്പ് രഹോ ബായി, കേട്ടോ? ചുപ്പ് രഹോ. അവൻ എന്നെ ഉണ്ടാക്കാൻ വന്നേക്കുന്നു. ഷിറ്റ് ഗൈസ്, വി ഡോണ്ട് ഹാവ് ഇൻവെൻട്രി ഖത്തം ഹോ ഗയാ. നമുക്കപ്പം എന്ത് ചെയ്യാം? ഒരു ഡബിൾ ചെസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അത്രേ പറ്റത്തുള്ളൂ. എന്തോ പറ്റത്തില്ലേ? ഷിറ്റ്. നമുക്ക് പിന്നെ കളയാം. പറ്റും. ഫ്രഷ്. കുറച്ചും കൂടെ ആക്കാം ഗൈസ്. എന്നിട്ട് ഒരു 2 ചെസ്റ്റും കൂടെ, ഒരെണ്ണം കൂടെ വേണമല്ലോ. This rotten flesh go. Okay, damn. 5 സെറ്റ്. അയ്യോ, യെസ്. ആവശ്യമില്ലാത്ത എല്ലാ കുന്തരണ്ടെങ്കിലും കയറ്റി വെച്ചോ. തോർത്തിരിക്കണം. 3 ചെസ്റ്റ് ഇരിക്കണം. ബ്രെഡ് ഇരിക്കണം. ആക്സ് വേണ്ട. വുഡ് ഇരിക്കട്ടെ. എത്ര സ്റ്റാക്കാന്നറിയണമല്ലോ. ഇത് പോ ഇത് ഇവിടെ ഇരി. കോള് പോ, വുഡ് പോ, ഇത് ഫുഡ് സപ്ലൈ ആണ്. ഇത് വേണം. ബ്ലോക്സ് വേണം. പേപ്പറിൻ്റെ ആവശ്യമില്ല.
പിന്നെ ഫർണസിൻ്റെ ആവശ്യമില്ല, സ്റ്റോറിൻ്റെ ആവശ്യമില്ല, ഇതിൻ്റെ 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 ആവശ്യമില്ല. ഇത് ഇവിടെ ഇരിക്കട്ടെ. മാപ്പിൻ്റെ ആവശ്യമില്ല, ഇവിടെ ഇരിക്കട്ടെ. ജസ്റ്റ് ഇങ്ങോട്ട് പോട്ടെ. ഡി പോകുമ്പോൾ യെസ്, സ്പേസ് ആയിട്ടുണ്ട്. ബ്രോ വാട്ട് ആർ ലുക്കിംഗ് അറ്റ്? ഗോ അവേ യു. ഞാൻ പറയുന്നില്ല ഒന്നും. യെസ് ഗൈസ്, ലെറ്റ്സ് കണ്ടിന്യൂ അവർ മരം മുറിക്കൽ ട്രിപ്പ്. നമുക്ക് ടോർച്ച് ക്യാമ്പ് ഫയർ ഉപയോഗിക്കണമെന്നുണ്ട്. നമുക്കങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. നല്ല തീരുമാനമാണെന്ന് എന്ന് തോന്നുന്നു. സാപ്ലിങ്സ് ഈ വുഡിൻ്റെ അല്ലേ നടാൻ പറ്റത്തില്ലത്. 4 ഒരുമിച്ച് വേണം. ഓട്ടോ മൈനർ നമ്മളൊരു സ്റ്റാക്ക് ആകുമ്പോൾ നിർത്തുന്നതായിരിക്കും. ഇപ്പം എത്രയായി? ഒരു സ്റ്റാക്ക് 13 എന്നാൽ പിന്നെ 2 സ്റ്റാക്കായിട്ട് ഞാൻ നേറു. അപ്പോഴും സോംബി ബോണിങ് അല്ലായിരുന്നു. തോന്നിയതാ. അല്ല, അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. ഓക്കെ. ഷിറ്റ് അതും പൊട്ടി. പുതിയത് പോയി ക്രാഫ്റ്റ് ചെയ്തിട്ട് വരാം. ക്രാഫ്റ്റ് മറ്റേ വുഡ് സ്റ്റിക്സ് സ്റ്റിക്സ് ജസ്റ്റിലുണ്ട് 4 ബാ. മെരാക്സ് ഓക്കെ. നമുക്കിത് സ്റ്റാക്കാക്കാൻ ഇപ്പം എത്രയായി? 20 ആയതേ ഉള്ളൂ. ഇനിയും വേണം. Baby villager, why are you doing here? What are you doing here? അനന്ത്യ പോയാ? പോട്ടെ. അവിടെ വീടുണ്ടാക്കണമെന്ന് സ്പോട്ട് ചെയ്യണം. ഇതിപ്പോൾ എത്രയായി? 33. ഗ്രേറ്റ്. ഇപ്പം എത്രയായി? 41. റൂമിൽ ഇനിയും വേണം. ഇപ്പം 47 ആയതേ ഉള്ളൂ. $53. ചേടാവി, ഇത് വലിയ ചടങ്ങായല്ല. ശരി, 59. 59 ഇപ്പറന്നല്ലേ? യെസ്. ഇനി നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് നേരെ പോവുക. നമ്മുടെ ജസ്റ്റ് അവിടെ ടേബിള് ഇവിടെ പോയിട്ട് ഇതങ്ങോട്ട് ഇത് സ്പ്രൂസ് അല്ലേ? സ്പ്രൂസ് ലോഗാണ്. നമ്മളിത് ഫുൾ ഉണ്ടാക്കും, എന്നിട്ട് വലിയൊരു ബേസ് ഉണ്ടാക്കും. ബാക്കി വരുന്ന എനിക്ക് വേറെ ആവശ്യത്തിലുണ്ട്. Come on man. ഇപ്പം എത്ര സ്റ്റാക്കായി? 3 stacks. No, 4 stacks. അപ്പം 4 8 സ്റ്റാക്ക്. 8 സ്റ്റാക്ക് വുഡുണ്ട് ഗൈസ്. മൈൻഡ് ചെയ്യട്ടെ. ക്ലിക്ക് ചെയ്ത് മടുത്ത്.
ഓക്കെ, അത് റെഡി. ഫ്ലോട്ടിംഗ് ഐലൻഡ്, കൂൾ. എവിടെ നിന്നാണ് ഈ ഫ്ലോട്ടിംഗ് ഐലൻഡൊക്കെ കയറി വന്നേ? ഹായ് പിഗി. അതോർത്തപ്പള പുതിയ സോഡിനൊരു പണി കൊടുത്തില്ലല്ലോ. ഹലോ മിസ്റ്റർ പിഗി, വാട്ട് ആർ യു ഡൂയിങ്? കൃത്യ മുഞ്ചിപ്പോയി. ഒറ്റ ഷോട്ടിന് തീർന്ന. വെറുതെ ക്രിട്ടടിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. മുഞ്ചിപ്പോയില്ലേ. നമുക്കിനി നമ്മുടെ വീട് പണിയുള്ള പൊസിഷനും കൂടെ തപ്പിപ്പിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. വീട് പണിയാനൊരു സ്ഥലം വേണം. ഇതന്നെ ഒറ്റ ഷോട്ടിന് തീരാത്തെ. യെസ്, സക്സസ്. ഐ നീഡ് സം ഫുഡ്. നമുക്ക് എന്തെങ്കിലും ഒരു നല്ല സ്ഥലം വേണം ഒരു വീട് പണിയാൻ. ഇതിപ്പോൾ നമുക്ക് വില്ലേജിൻ്റെ പുറത്ത് പണിയാണോ അതോ അകത്ത് പണിയാണോ എന്നറിയില്ല. ഇരിക്കട്ടെ. ഇതിന് എൻ്റെ വഴി തടസ്സപ്പെടുത്തിയതിന് നിനക്ക് ശിക്ഷ, നിനക്കുള്ള ശിക്ഷ കേട്ടോടാ പിഗി. പിഗിക്കുണ്ടായ മോനെ, പിഗിയുടെ മോനെ. പിഗിക്കുണ്ടായ മോനെ, അതുകൊണ്ട് ഞാൻ പിഗിയുടെ മോനെ വിളിച്ചു. സ്വാഭാവികം. ഇതെന്നാണ് ഇവനൊരു ദേഷ്യം. നമുക്ക് വില്ലേജിന് താഴെ പറയണോ അതോ മേളിൽ? നമുക്ക് വില്ലേജിന് ക്ലോസ് ആയിട്ട് പണിയാം. ചാർജും തീരാറായി. ചത്തില്ല എന്ന ഭാഗത്തിനാണ് ഗൈസ്. ചത്തില്ല. മണ്ടക്കോട്ട് കേഴാൻ ചെറിയൊരു പ്രശ്നമുണ്ട്. നമുക്കതൊരു പ്രശ്നമാണ്. അയ്യോ, ഒന്നാമതേ എത്തില്ല. അതിൻ്റെ കൂടെ ഇത് കാരണം ചത്ത് കഴിഞ്ഞാൽ വീണ്ടും മൂങ്ങി കിടക്കും. മോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പണിയായല്ലോ. മോയെന്ന വാക്ക് ഉച്ചരിച്ചതും എൻ്റെ ജീവിതം കഥം കുത. അവിടെ ഞാൻ അയണൊക്കെ കണ്ടു. എന്നാലും ഇപ്പോഴത്തെ നമുക്ക് മൈൻഡ് ചെയ്തിട്ട് വരാം. മൈനിങ് കടേഗാമേ തൂ കുഞ്ഞിരി. അവിടെ നിന്ന് ഞാൻ കണ്ടപ്പോൾ ഇവിടെ ആയിരുന്നല്ലോ അയൺ. അതാ കിടക്കണം അയൺ. നമുക്ക് ഈ ഭാഗത്തുനിന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടുപിടിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇവിടെ അയൺ ഉണ്ടായിരുന്നിട്ട് ഞാൻ കണ്ടില്ല. മാൻ ഡിസീസ്. നമ്മുടെ ഒരു ഷീൽഡുണ്ടാ? നമ്മുടെ ഒരു ഷീൽഡ് ഞാൻ പോലും അറിഞ്ഞില്ലട്ടോ. എന്ത് ശാന്തസുന്ദരമായൊരു ദിവസം. അപ്പോൾ ഗായ്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മൾ 12 ഹാർട്ടാ. ഫുഡ് തിന്നു. അപ്പോൾ ഗായ്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ബൈ. അടുത്ത ദിവസം അടുത്തൊരു ഡേ ആയിരിക്കും. ഇനി ഇതുപോലത്തെ വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ.